സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആകുന്നു 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 എന്ന് പറയുന്ന ഏതായിരുന്നു? ബിയുടെ രൂപങ്ങൾ അല്ലെ? ബി എന്ന് പറഞ്ഞാൽ ആകുന്നു അല്ലെ? ബിയുടെ രൂപങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഏതൊക്കെയാ? ഇസ്, ആറ്, ആം അല്ലെ? ആകുന്നു. ആയിരുന്നു എന്ന് പറയണെങ്കില് വാസും അല്ലെ? ഓക്കെ. ആകുന്നു ആകുന്നു ആകുന്നു, ആയിരുന്നു 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 ആയിരുന്നു. അതിൽ ഉണ്ട് 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 എന്ന് പറയാൻ എന്തായിരുന്നു? ഹാവ്, ഹാസ് അല്ലേ? നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയണെങ്കില് ഇത്തരം വാക്കുകളാണ് പഠിച്ചത് അല്ലെ? ആകുന്നു, ഉണ്ട്. എനിക്കുണ്ട്, ആൾക്കാ അല്ലെ? അവനൊരു ബുദ്ധിമാനാകുന്നു. ഹിസ് എ വോയിസ് മാൻ. ആകുന്നു ആകുന്നു, ഉണ്ട്. ഈ വാക്കുകള് വേറെ ക്രിയേന്റെ കൂട്ടത്തിൽ വന്നപ്പോ എന്തൊക്കെയാണെന്നാണ് നമ്മള് പഠിച്ചത് അല്ലെ? ഇതാ ഒരു ക്രിയ. ഇതെന്താ? കം എന്ന് പറഞ്ഞൊരു ക്രിയ വരിക അല്ലെ? കമ്മിന്റെ കൂട്ടത്തില് ആകുന്നു നിങ്ങളുടെ വരുമ്പോഴത്തേക്ക് എന്താവും? അവൻ, ഹി ആകുന്നു എന്നുള്ള ഹി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് ആകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഹീസ് കം എന്ന് പറയില്ല. ഈ ആകുന്നു എന്ന് ചേർക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞത്? വെർബില് ചെറിയ ക്രിയയിൽ വെർബ് അറിയാലോ? വെർബിൽ ചെറിയ വ്യത്യാസം വരുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? കം എന്നുള്ളത് എന്താവും? ഒരു ഇങ് കൂട്ടണം. ആകുന്നു എന്നുള്ളത് ഒരു വെർബിന്റെ കൂട്ടത്തിൽ ചേരുമ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരു ഇങ്ങും കൂടെ കൂട്ടുക. ഹീസ് കമ്മിങ്. അപ്പൊ ഈ പ്രവൃത്തി എന്താവും? മൊത്തത്തില് കം എന്നുള്ള പ്രവൃത്തി മൊത്തത്തിൽ എന്താവും? ഒരു തുടരുന്ന പ്രവൃത്തിയാകും അല്ലെ? പ്രവൃത്തി തുടരുന്ന, നിലവിൽ തുടരുന്ന ഒരു പ്രവൃത്തിയാകും അല്ലെ? ഗോ, ഷീ ആകുന്നു എന്നുള്ളതിന് ഏതാ നമ്മൾ ചേർക്കുന്നത്? ഷീ ആയിട്ട് ഈസ്. ഷീ ഈസ്. ഗോ എന്നുള്ളതിന്റെ കൂട്ടത്തില് ഇങ് ചേർക്കണം. ഷീസ് ഗോയിങ്. ഷീസ് ഗോയിങ് എന്ന് പറഞ്ഞാൽ അവൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. പോകുക എന്നുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പൊ ആകുന്നു ആകുന്നു എന്നുള്ള വേർഡ് മറ്റൊരു വെർബിന്റെ കൂട്ടത്തിൽ, ഏതാ? ഈ കം എന്നുള്ള വെർബിന്റെ കൂട്ടത്തിൽ, ഗോ എന്നുള്ള വെർബിന്റെ കൂട്ടത്തിൽ, വേറെ ഏതെങ്കിലും വെർബിന്റെ കൂട്ടത്തിൽ ചേരുമ്പോൾ ആ തുടരുന്ന പ്രവൃത്തി നമുക്ക് കിട്ടുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഉണ്ട് ഉണ്ട് എന്നുള്ള വാക്ക് അല്ലെ? ഉണ്ട് ഉണ്ട് എന്നുള്ള വാക്ക് ഹാവ്, ഹാസ്, ഹാഡ്. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, അപ്പൊ പാസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാവും. അത് ഇതിന്റെ കൂട്ടത്തിൽ ചേരുമ്പോ എങ്ങനെയാവും നോക്കാം നമുക്ക്. ഐ, എനിക്ക് ഹാവ് ഉണ്ട്. എനിക്കൊരു കാറ് ഉണ്ട് അല്ലെ? ഒരു വെർബിന്റെ കൂട്ടത്തില് ഉണ്ടെന്ന് ചേരുമ്പോഴോ നോക്കാം നമുക്ക്. കമ്മാണെങ്കിൽ ഹി ആയതുകൊണ്ട് ഹാവ് ആണോ ഹാസ് ആണോ ഉപയോഗിക്കുന്നത്? ഹി ആയതുകൊണ്ട് ഹാസ്. ഹി ഹാസ് കം എന്നുള്ള വെർബ് അതുപോലെ തന്നെ ഇട്ടാൽ മതി. ഹി ഹാസ് കം. ഈ കം എന്നുള്ളതിന്റെ 2-3 രൂപങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? അതിന്റെ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം ഒക്കെ പഠിച്ചു അല്ലെ? പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം, പ്രസന്റ് പാർട്ടിസിപ്പൽ ഫോം ഒക്കെ പഠിച്ചു. ഈ ഹാസ് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോം ഉപയോഗിക്കുന്നത്? കം എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ ഹാവ്, ഹാസ്, ഹാഡ് കഴിഞ്ഞാല് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കം എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം തന്നെയാണ്. കം അതിന്റെ പാസ്റ്റ് രൂപം കെയിം, അടുത്ത പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം. ഹി ഹാസ് കം. ഇനി പോകുക എന്നുള്ളതോ? ഹി ഹാസ് ഗോ എന്നതിന്റെ തേർഡ് രൂപം. ഗോ എന്നതിന്റെ പാസ്റ്റ് വെന്റ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ. ഹി ഹാസ് ഗോ എന്ന് പറയില്ല, ഗോൺ എന്ന് പറയും. ഹി ഹാസ് ഗോ. ഈ ഗോ എന്നുള്ളതിൽ ചെറിയ വ്യത്യാസം വന്നു. മനസ്സിലായോ? എന്ത് ഉപയോഗിച്ചപ്പോൾ? ഈ ഉണ്ട് എന്നുള്ള ഹാസ് ഉപയോഗിച്ചപ്പോൾ എന്ത് വന്നു? ചെറിയ വ്യത്യാസം വന്നു. വെർബിന്റെ ഏത് രൂപ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്ത് വ്യത്യാസം വന്നേ? ഈ വെർബിന് ഒരു പെർഫെക്ഷൻ എന്തായി? ഒരു പെർഫെക്ഷൻ കിട്ടി. മറ്റേത് എന്തായിരുന്നു? ഉണ്ടെന്ന് പറയുമ്പോ കണ്ടിന്യൂറ്റി കിട്ടി, ഒരു തുടരുന്ന പ്രവൃത്തിയായി. പക്ഷേ ഈ ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വെർബ് എന്താവും?
ഈ പ്രവൃത്തി ജസ്റ്റ് he has gone. അവൻ പോയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ആ പ്രവൃത്തി കംപ്ലീറ്റ് ആയി. പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ വരിക എന്നാണെങ്കിലോ അയ്യാകുമ്പോഴോ അതിന്റെ കൂടെ ഹാസ് വരുമോ? ഐ ഹാവ് കം. ഹാവ് കം. കമ്മിന്റെ തേർഡ് രൂപം കമ്മ് തന്നെയാണ്. അതുകൊണ്ട് ഐ ഹാവ് കം എന്ന് പറഞ്ഞാല് ഞാൻ വന്നിട്ട് ഉണ്ട്, വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു പെർഫെക്ഷൻ, പെർഫെക്റ്റ് ആവും. എന്താവും? പറയുന്ന വാചകം പെർഫെക്റ്റ് ആവും. ആ പ്രവൃത്തി ജസ്റ്റ് കംപ്ലീറ്റ് ആയ പോലെ ആവും. അപ്പൊ പാസ്റ്റിലാകുമ്പോഴോ ഹാവ് എന്നുള്ളതിന് ഒരു ഹാഡ് ഉപയോഗിച്ചാലോ ഐ ഹാഡ് കം. ഐ ഹാഡ് കം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഉണ്ടായിരുന്നു, മുമ്പ് വന്നിട്ട് ഉണ്ടായിരുന്നു. ഐ ഹാവ് കം എന്ന് പറഞ്ഞാല് ഞാൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഉണ്ട് എന്ന് ചേർക്കുമ്പോ എന്താവും? ഉണ്ടെന്ന് ചേർക്കുമ്പോ ആ പ്രവൃത്തി ജസ്റ്റ് ഉണ്ട് ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ള വാക്ക് ചേർക്കുമ്പോ നമ്മളെ ടെൻസിലെ പ്രവൃത്തി എന്താവും? ജസ്റ്റ് കംപ്ലീറ്റ്, ഒരു പെർഫെക്ഷൻ കിട്ടും, പെർഫെക്റ്റ് ആവും. ഓക്കെ, ഈ വാക്കുകൾ ചേർക്കുമ്പോ പെർഫെക്റ്റ് ആവും. അപ്പൊ പെർഫെക്റ്റ് ടെൻസില് എന്താ വരുന്നത്? ഹാവ്, ഹാസും ഹാഡും. മറ്റേതോ ആകുന്നു എന്നുള്ള വാക്കുകൾ ചേർക്കുമ്പോഴോ എന്ത് കിട്ടും? പ്രവൃത്തി ഒരു കണ്ടിന്യൂറ്റി കിട്ടും, തുടരുന്ന ഒരു പ്രവൃത്തിയായി മാറും. അപ്പോ അതിന് നമുക്ക് എന്ത് ടെൻസ് എന്ന് പറയാം? കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാം. ഈ ഹാവ്, ഹാസ്, ഉണ്ട് എന്ന് പറയുന്നതിന് എന്ത് ടെൻസ് എന്ന് പറയാമെങ്കിൽ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയാം അല്ലേ? കണ്ടിന്യൂസ് ടെൻസ് മനസ്സിലായി? പെർഫെക്റ്റ്. കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാല് ഈ കണ്ടിന്യൂറ്റി കിട്ടുന്ന വാക്കുകൾ ചേർത്താൽ മതി അല്ലേ? ഈ സാമാറ വാസ് വേറൊക്കെ ചേരുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ആവും. പെർഫെക്റ്റ് ആകുമ്പോഴോ ഉണ്ട് എന്നുള്ള ഹാവ്, ഹാസ്, ഹാഡ് ചേർന്ന് വരുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് അത് പെർഫെക്റ്റ് ടെൻസ് ആവും. ഓക്കെ, ഇതെല്ലാം എന്തിലുണ്ട്? പ്രസന്റിലും ഉണ്ട്, പാസ്റ്റിലും ഉണ്ട്, ഫ്യൂച്ചറിലും ഉണ്ട്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ അറിയാലോ. എന്ത്? പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസും ഉണ്ട്. അതുപോലെ തന്നെ പെർഫെക്റ്റും പ്രസന്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചറും ഉണ്ട്. ഏത്? പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. കിട്ടുന്നതിന് മനസ്സിലായോ? എന്ത് ചേർത്താ മതി? ഹാസ് മാത്രമാണോ? പ്രസന്റിലാണെങ്കിൽ അത് നമ്മൾ പഠിച്ച അല്ലേ? ഇനി അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ചേർത്ത് നോക്കാം. വെർബിന്റെ കൂട്ടത്തില് എന്തൊക്കെയാ ആകുന്നു എന്നുള്ളതും ഉണ്ട് എന്നുള്ള വാക്കും കൂടെ ഒരുമിച്ച് ചേർത്ത് നോക്കാം. നമുക്ക് നമ്മൾ പറഞ്ഞ ഏതായിരുന്നു വെർബ്? കമ്മെന്നുള്ള വെർബ് അല്ലേ? എന്തൊക്കെ ചേർക്കണം? ആദ്യം ഉണ്ട് എന്നുള്ളത് ചേർക്കണം, ആകുന്നു എന്നുള്ളത് ചേർക്കണം. ഇവിടെ ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ട് എന്നുള്ള വാക്ക് തന്നെ ചേർക്കാൻ പറ്റുള്ളൂ. എന്താ? ഉണ്ട് എന്നുള്ളത് ആദ്യം ചേർത്തു. ഹീക്കാകുമ്പോഴോ ഉണ്ട് എന്നുള്ളത് എന്താ? ഹാവാണോ ഹാസാണോ? ഹി ഹാസ് അല്ലേ? പിന്നെ ആകുന്നു ചേർക്കണം. രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കുക. മനസ്സിലായോ? ആദ്യം നമ്മൾ ആകുന്നു എന്നുള്ള വാക്ക് ചേർത്തപ്പോ കണ്ടിന്യൂറ്റി കിട്ടി. രണ്ടാമത് ഉണ്ട് എന്നുള്ള വാക്ക് ചേർത്തപ്പോ ഉണ്ട് എന്നുള്ള ഹാവ്, ഹാസ്, ഹാഡ് ചേർത്തപ്പോ വേറൊരു മീനിങ്ങാ വരുന്നത്. ഹാവ്, ഹാസ്, ഹാഡ് ചേർത്തപ്പോ അത് പെർഫെക്റ്റ് ആയി. മൂന്നാമത് ഇത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ചേർക്കാൻ പോവാണ്. ആകുന്നു ഉണ്ട് എന്നുള്ളതും ആകുന്നു എന്നുള്ളതും. ഉണ്ട് എന്നുള്ള വാക്കിന് ഹി ആയതുകൊണ്ട് ഹാസ് ചേർത്തു. ഇനി ആകുന്നു എന്നുള്ള വാക്ക്, ആകുന്നു എന്നുള്ളതിന് എന്തൊക്കെയാ ചേർക്കണ്ടേ? ഈ സമാറ് വാസ് വേറെ ഹാവ്, ഹാസ്, ഹാഡ് അല്ലേ? ഏതിന്റെ രൂപമാണത്? ബീന്റെ രൂപമാണ്. ഈ ഹാസും ഹാവും ഒക്കെ ചേർത്ത് നമ്മളൊരു പ്രത്യേകത പറഞ്ഞു. ഏത് ഫോമേ ചേർക്കാൻ പറ്റുള്ളൂ? V3 ഫോമേ ചേർക്കാൻ പറ്റുള്ളൂ അല്ലെ? ഈ ആകുന്നു ബേസ് ഫോം ഏതായിരുന്നു? ബി എന്നായിരുന്നു. പക്ഷെ ഇതിന്റെ V3 ഏതാ? അപ്പോ V3 എന്ന് പറഞ്ഞാല് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെ? അതേ ചേർക്കാൻ പറ്റുള്ളൂ. ഈ ഹാവ്, ഹാസ്, ഹാഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ അല്ലാതെ ചേർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ആകുന്നു എന്നുള്ളതിന്റെ പാസ്റ്റ് ഈ എല്ലാം നമുക്ക് ചേർക്കാൻ പറ്റില്ല. പകരം അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് എന്താ? ബി എന്നുള്ളതിന് പകരം ബീനാണ്. അതാണ്
ആകുന്നു എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇവിടെ നമ്മൾ ഉണ്ട് എന്നുള്ളതിന്റെ ഹാസ് ചേർത്തു, അത് കഴിഞ്ഞിട്ട് ആകുന്നു എന്നുള്ളതിന്റെ എന്ത് ചേർക്കാൻ പോവാണ്? ബീൻ ചേർക്കാൻ. ഹി ഹാസ് ബീൻ. ആകുന്നു ആകുന്നു എന്നുള്ള വാക്ക് ചേർക്കുമ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ട്. വെർബിന്റെ കൂട്ടത്തില് എന്ത് ചേർക്കണം എന്ന് പറഞ്ഞു? ഒരു ഇങ്ങ് അല്ലേ? നേരത്തെ നമ്മൾ ആകുന്നു ആകുന്നു ചേർത്തപ്പോ വെർബിന്റെ കൂട്ടത്തില് എന്ത് ചേർത്തു? ഇങ് ചേർത്തില്ലേ? അപ്പൊ ഇവിടെ കം എന്നുള്ളതിന്റെ കൂട്ടത്തില് നമ്മൾ എന്ത് ചേർത്തു? ഇങ്. അതായത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം, വെർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുക. ഹി ഹാസ് ബീൻ കമ്മിങ്. He has been coming. Okay, he has been coming. അപ്പൊ എന്താ മാറ്റം വന്നേ? ഫസ്റ്റ് നമ്മള് ഈ സമാറി എന്തായിരുന്നു പറഞ്ഞ പ്രവൃത്തിക്ക് ഒരു തുടർച്ച കിട്ടി. രണ്ടാമത് പറഞ്ഞത് ഹൗ ഹാസ് ഹാർഡ് ചേർത്തപ്പോ പ്രവൃത്തി പെർഫെക്റ്റ് ആയി. മൂന്നാമത് നോക്ക്, ഇത് രണ്ടും കൂടെ നമ്മൾ ചേർത്തു, ഹാസും ചേർത്തു, ആകുന്നുള്ളതിന് ബീനും ചേർത്തു. ഹി ഹാസ് ബീൻ കമ്മിങ്. അപ്പോ എന്താ മാറ്റം വന്നെന്ന് അറിയാവോ? ഈ പ്രവൃത്തി നേരത്തെ തുടങ്ങി, അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന പ്രവൃത്തി. പറയുന്ന സമയത്തല്ല, മറ്റേത് ആ സമയത്ത് തുടരുന്ന പ്രവൃത്തിയായിരുന്നു. പക്ഷെ ഇത് നേരത്തെ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന പ്രവൃത്തിയായി മാറി. ഹാസും ഹാവും ആവുമ്പോൾ പ്രസന്റിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന പ്രവൃത്തിയാവും. ഓക്കെ, പറയുന്ന സമയത്ത് നേരത്തെ തുടങ്ങിയിട്ട് നോക്ക്, ഐ ആവുമ്പോ ഹാവോ ഹാസോ? ഐ ഹാവ്. അടുത്തത് ആകുന്നു എന്നുള്ളത് ബീൻ ചേർത്തു. ഐ ഹാവ് ബീൻ studying English since last year. I have been studying English. I have been. രണ്ടും ഉപയോഗിച്ചു, ഹാവ് ഉപയോഗിച്ചു, ആകുന്നു എന്നുള്ള ബീൻ ഉപയോഗിച്ചു. എന്തിന്റെ കൂട്ടത്തില്? സ്റ്റഡി എന്നുള്ള വെർബിന്റെ കൂടത്തിൽ. സ്റ്റഡി എന്നുള്ള വെർബിന്റെ മുമ്പില് ഇത് രണ്ടും ഉപയോഗിച്ചു. അപ്പൊ സ്റ്റഡി എന്നുള്ളത് സ്റ്റഡിങ് ആയി അല്ലേ? കാരണം ബീൻ ഉപയോഗിച്ചതുകൊണ്ട്. I have been studying English since last year. കഴിഞ്ഞ വർഷം മുതൽ ഞാന് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞോ? ഇല്ല. പെർഫെക്റ്റ് ആയോ? ഇല്ല. പക്ഷെ നേരത്തെ തുടങ്ങി, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന പ്രവൃത്തിയായി. ഇത് രണ്ടും കൂടെ ഇട്ടപ്പോ. ഓക്കെ, അപ്പൊ ഇതെന്താ? ഇതിന് പെർഫെക്റ്റിനുള്ള പെർഫെക്റ്റ് ടെൻസിന് നമ്മൾ ഹാവ് ഹാസ് ഉപയോഗിച്ചില്ലേ? പെർഫെക്റ്റും ഉണ്ട്, കണ്ടിന്യൂസും ഉണ്ട് അല്ലേ? രണ്ടിന്റെ നമ്മൾ ഇട്ടില്ലേ? പെർഫെക്റ്റിനുള്ളതും കിട്ടും, കണ്ടിന്യൂസിനുള്ളത് കിട്ടും. അപ്പോ ഇങ്ങനെയുള്ള ടെൻസിന് നമ്മൾ പറയുന്നതാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് പ്രസന്റിലായതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. മനസ്സിലായോ? പ്രസന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രസന്റില് ഉള്ളതായതുകൊണ്ട് ആകുന്നു എന്നുള്ളത് കിട്ടോ, ഉണ്ട് എന്നുള്ളത് കിട്ടും. ഇത് രണ്ടും വരുന്നതുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പൊ ഈ രണ്ടും വന്നതുകൊണ്ട് അതിന്റെ അർത്ഥത്തിൽ എന്ത് മാറ്റം വന്നു? നേരത്തെ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ 2 മണിക്കൂറായി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയണല്ലോ. കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നേ? ഞാൻ നേരത്തെ തുടങ്ങിയ പ്രവൃത്തിയാണ്. അപ്പൊ നമ്മള് എന്തിലാ പറയണ്ടേ? ഇതുപോലെ തന്നെ പറയണ്ടേ? ഐ ആയതുകൊണ്ട് ഹാവ് ആകുന്നു. ബീൻ വാച്ചിങ് മൂവി. സിൻസ് 2 മണിക്കൂറോളമായി എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർ ഒരു പീരീഡ് പറയുമ്പോ 2 മണിക്കൂറോളമായി. ഒരു പീരീഡ് പറയുമ്പോ ഞാൻ പറഞ്ഞു 4 പറയുന്നത്. മുതലെന്ന് പറയണെങ്കിൽ ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ 8 മണി മുതൽ എന്ന് പറയണമെങ്കിൽ നമുക്ക് സിൻസ് പറയാം. പക്ഷെ ഇതൊരു പീരീഡാണ്, 2 മണിക്കൂറോളമായിട്ട്. ഫോർ ലാസ്റ്റ് 2 hours, കഴിഞ്ഞ 2 മണിക്കൂറാണ് 2 hours. മനസ്സിലായോ? നേരത്തെ തുടങ്ങിയൊരു പ്രവൃത്തി ഇപ്പോ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന് പറയുന്ന പേരാണ്, ഇത് പ്രസന്റ് ആണ്. ഇതെല്ലാം പ്രസന്റ് ആണ്. ഇത് രണ്ടും വന്നതുകൊണ്ട് പ്രസന്റില് പെർഫെക്റ്റും ആയി, കണ്ടിന്യൂസും ആയി അല്ലേ? അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയും. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത് മനസ്സിലായോ?
എങ്ങനെയാന്ന് മനസ്സിലായോ? എന്തൊക്കെ ചേർക്കണം? ഉണ്ട് എന്നുള്ളതിന്റെ ഹാവ് ഹാസ് ഒക്കെ ചേർക്കണം. അതിന്റെ കൂട്ടത്തിൽ ആകുന്നു എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായ ബീനും ചേർക്കണം. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് ആ പ്രവൃത്തിയിൽ എന്താ മാറ്റം വരുന്നത്? നേരത്തെ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളൊരു അർത്ഥം കിട്ടും. അവൻ ഇന്നലെ മുതൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഇന്നലെ മുതൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്ത് പറയും? ഹി. ഞാൻ തെളിയുന്നില്ല, ഒരു മിനിറ്റ്. അവൻ ഇന്നലെ മുതൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? പ്രവൃത്തി നേരത്തെ തുടങ്ങി. നേരത്തെ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന പ്രവൃത്തിനെ കാണിക്കാനാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത് അല്ലെ? ഈ രീതിയിൽ കിട്ടും. ഹി, അവൻ. ഈ നേരത്തെ തുടങ്ങിയ പ്രവൃത്തി ആകുമ്പോ ഇപ്പോഴും തുടർന്ന പ്രവൃത്തി ആകുമ്പോ നമ്മള് ഹി ആയതുകൊണ്ട് ഹാസ് ആകുന്നു എന്നുള്ളതിന്റെ ബീൻ. ഹാസ് വന്നുകൊണ്ടാണ് ബി എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമായിട്ടുള്ള ബീൻ ഉപയോഗിച്ചു. ഹി ഹാസ് ബീൻ വാക്കിംഗ് സിൻസ് യെസ്റ്റർഡേ. ഇന്നലെ മുതൽ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ ഇത് നമ്മൾ പ്രസന്റിലെ കാര്യമാണെന്ന് പറഞ്ഞു അല്ലെ? പ്രസന്റിലെ കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ടെൻസ് എന്ന് വിളിച്ചു? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓരോന്ന് മനസ്സിലായോ? പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ മനസ്സിലായോ? ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യണം ആ പറയുന്ന സമയത്ത്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാല് ആ പറയുന്ന സമയത്ത് ജസ്റ്റ് കംപ്ലീറ്റ് ആയ പ്രവൃത്തി. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പെർഫെക്റ്റും കണ്ടിന്യൂസും കൂടെ ഒരുമിച്ച് വന്നാലേ നേരത്തെ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രവൃത്തിനെ പറയാൻ വേണ്ടിയിട്ട്. ഇനി ഇത് പ്രസന്റിലെ കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞതാണെങ്കിലോ പാസ്റ്റില് നോക്കാം നമുക്ക്. പാസ്റ്റിലാകുമ്പോഴത്തേക്കും ഉണ്ട് എന്നുള്ളതിന് നമ്മൾ എന്താ ഉപയോഗിക്കുന്നേ അല്ലേ? അവൻ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. നോക്ക്, ഹി ടു, പിന്നെ ഉണ്ടെന്നുള്ളതിന്റെ ഹാഡ് ടു. ഹാഡ് കഴിഞ്ഞാൽ പിന്നെ ആകുന്നു എന്നുള്ളതിന്റെ ഏത് രൂപയെ ഉപയോഗിക്കുള്ളൂ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപയെ ഉപയോഗിക്കുള്ളൂ. എന്താണത്? ബീൻ. ഹി ഹാഡ് ബീൻ വർക്കിംഗ്. ഹി ഹാഡ് ബീൻ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനും ഒരു തുടർച്ചയുണ്ട്. അതും പാസ്റ്റിലായിരുന്നു, പാസ്റ്റ് ആണ്. പക്ഷെ പാസ്റ്റിൽ കുറെ മുമ്പ് തുടങ്ങിയ ഒരു പ്രവൃത്തി അവൻ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് പ്രസന്റില് കുറെ മുമ്പ് പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി പ്രസന്റിലും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് പാസ്റ്റില് ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ അത് പാസ്റ്റിൽ കുറെ നാള് മുമ്പ് തുടങ്ങിയ പ്രവൃത്തിയാണ്. ഓക്കെ, ഹി ഹാസ് ബീൻ വർക്കിംഗ്. ഹി ഹാസ് ബീൻ അല്ല, ഹി ഹാഡ് ബീൻ. പാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഹി ഹാഡ് ബീൻ വർക്കിംഗ്. ഓക്കെ ആണോ? അവന് ആ പ്രവൃത്തി നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി ഹാഡ് ബീൻ വർക്കിംഗ്. അവൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു കുറെ നാള് മുമ്പ്. ബിഫോർ he left, before he went അമേരിക്ക. അതുകൂടെ ചേർത്തു. ഹാഡ് ബീൻ വർക്കിംഗ്. ഓക്കെ, അതേ പറഞ്ഞു നേരത്തെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് ഒരു മീനിങ് കിട്ടണമെങ്കിൽ ബാക്കി കൂടെ ഞാൻ പറയാം. ബിഫോർ ഹി വെന്റ് അമേരിക്ക എന്ന് പറഞ്ഞെന്താ? അദ്ദേഹം അമേരിക്കക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? ഹാഡ് ബീൻ കുറെ നാളായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, പക്ഷെ അമേരിക്കക്ക് പോവുക എന്നുള്ള പ്രവൃത്തി എന്തായി? കഴിഞ്ഞു. പോവുക എന്നുള്ള പ്രവൃത്തി കഴിഞ്ഞു. അതിനു മുമ്പ് നേരത്തെ തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തി, നേരത്തെ തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തിനെ കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ? ഇതിലെന്തൊക്കെയാ വരുന്നേ? പെർഫെക്റ്റും ഉണ്ട്, കണ്ടിന്യൂസും ഉണ്ട് അല്ലേ? പെർഫെക്റ്റും ഉണ്ട്, കണ്ടിന്യൂസും ഉണ്ട്. എന്തിന്റെ?
പാസ്റ്റിലെ പെർഫെക്റ്റും കണ്ടിന്യൂസും കൂടെ ഒരുമിച്ച് വരുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. മനസ്സിലായോ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞോ? പാസ്റ്റിലൊരു പരിപാടി, ഒരു പ്രവൃത്തി തുടങ്ങിയിട്ട് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു. ആ നേരത്തെ തുടങ്ങിയിട്ട് ഒരുപാട് സമയം കണ്ടിന്യൂ ചെയ്യുന്ന പ്രവൃത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ടെൻസുകൾ ഉപയോഗിക്കുന്നത്? പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുകൾ. അപ്പോൾ ഫസ്റ്റ് പ്രസന്റിലെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞു, രണ്ടാമത് പാസ്റ്റിലെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിലും വേണമെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യത്തില്ലേ? നേരത്തെ തുടങ്ങി പിന്നെ കണ്ടിന്യൂ ചെയ്യത്തില്ലേ? നോക്കിയോ, ഫ്യൂച്ചർ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തുകൂടെ ചേർക്കണം? ഫ്യൂച്ചർ കാണിക്കാൻ ഒരു വില്ലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആയില്ലേ? ഫ്യൂച്ചറില് നേരത്തെ തുടങ്ങി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാണിക്കും. നോക്ക്, ഹി. ഫ്യൂച്ചറിനെ കാണിക്കാൻ ആദ്യം എന്ത് വേണം? വിൽ. He will have. വില്ല് കഴിഞ്ഞാൽ പിന്നെ he will have. എന്താ? will have. He will have coming. അവൻ നേരത്തെ തുടങ്ങുക, വരിക എന്നുള്ള പ്രവർത്തനം നേരത്തെ പാസ്റ്റിൽ ചെയ്തോണ്ടിരുന്നാണ്. അവൻ he will have coming. അവൻ നാളെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നേരത്തെ തുടങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഭാവിയില് ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഏത് ടെൻസ്? ഇതിൽ പെർഫെക്റ്റും ഉണ്ട്, ഹാവിന്റെ കൂട്ടത്തിൽ നമ്മള് ആകുന്നു. ഹി വിൽ ഹാവ് ബീൻ കമ്മിങ് അല്ലേ? വിൽ ഹാവ് ബീൻ കമ്മിങ്. അവൻ നാളെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇല്ലെങ്കിൽ അവൻ നാളെ രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ നാളെ രാവിലെ മുതൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. He will have been eating food tomorrow morning. From tomorrow morning. നാളെ രാവിലെ മുതൽ ഫുഡ് കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരിക്കും. ഫ്യൂച്ചറിൽ ഒരു സമയത്ത്, ഫ്യൂച്ചറിൽ പറയുന്ന സമയത്ത് ഇങ്ങനെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുക, നേരത്തെ തുടങ്ങിയൊരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചറിലാകുമ്പോൾ വേറെ ഒന്നും വേണ്ട, വില്ലും കൂടെ ചേർത്താൽ പോരെ, ഫ്യൂച്ചറായി. അപ്പൊ ഈ ടെൻസിന് നമ്മളിപ്പോ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റും ഉണ്ട് കണ്ടിന്യൂസും ഉണ്ട്. അപ്പൊ ഫ്യൂച്ചറിലാകുമ്പോഴത്തേക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു. പ്രസന്റ് പെർഫെക്റ്റ്ലി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഹാവും ഹാസും അല്ലേ? ആകുന്നു എന്നുള്ളതിന്റെ ബീൻ എഴുതി, പിന്നെ ക്രിയേന്റെ കൂട്ടത്തിൽ എന്ത് ചേർക്കണം? ഇങ് ചേർക്കണം അല്ലേ? ഹാസ് ബീൻ. ഈ ബീൻ ആകുന്നു എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ് വേണ്ടേ? ഇങ്. പിന്നെ പാസ്റ്റിലാകുമ്പോഴോ ഹാവും ഹാസിന് പകരം ഹാഡ് ചേർത്തു, ബീൻ ചേർത്തു, പിന്നെ ഇങ്. ഫ്യൂച്ചറിലാകുമ്പോഴോ വില്ല് കഴിഞ്ഞിട്ട് ഹാവ്, പിന്നെ ബീൻ, പിന്നെ ഇങ്. ഇത്രേ ഉള്ളൂ. അപ്പൊ എന്തായി? ഫസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോ പ്രസന്റിൽ തുടങ്ങിയൊരു പ്രവൃത്തി ഇപ്പോഴും, അല്ല പാസ്റ്റിൽ നേരത്തെ തുടങ്ങിയൊരു പ്രവൃത്തി പ്രസന്റിൽ ഇപ്പോഴും തുടരുന്നു എന്ന് കാണിക്കാം. മറ്റേതോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോ പാസ്റ്റില് കുറെ മുമ്പ് തുടങ്ങിയൊരു പ്രവൃത്തി പാസ്റ്റിൽ തന്നെ കുറെ നേരം തുടർന്നുകൊണ്ടിരുന്നു എന്ന് കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോഴോ അതും പാസ്റ്റില് നേരത്തെ തുടങ്ങിയൊരു പ്രവൃത്തി ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പോരെ?